വേണ്ട. കോളേജിൽ വെച്ച് എന്റെ ദാവണി കീറിയതുവരെ ക്ഷമിച്ചോളാം ഞാൻ. ഇനി എന്നെ ഉപദ്രവിച്ചോ ഓടിച്ച് കാരണം പൊളിക്കും ഞാൻ. നീ എന്താടി പറഞ്ഞത്? നീ ദക്ഷയെ തല്ലുവെന്നോ? ഇവൾ ആരാ നിനക്കറിയോ? നിന്നെ പോലെ ആളെ കൊന്ന് ജയിലിൽ കിടക്കുന്ന കൊലയാളിയുടെ മോളല്ല. കേരളം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മോളാ. ഇപ്പൊ കാണിച്ചു തരാടി നിനക്ക്. അമ്മേ, അമ്മായി, ഓടിവാ. ഈ അടുക്കളക്കാരി ദക്ഷയെ തല്ലുന്നു. അമ്മേ, ഓടിവാ. അമ്മായി, ഓടിവാ. അയ്യോ, വേഗം വാ. വച്ചിട്ടുണ്ടടി നിനക്ക്. എന്താ എന്താ മോളെ? എന്താ ചിന്നു? എന്താ ഇവിടെ? എന്തിനാണ് നിലവിളിച്ചേ? ഈ അടുക്കളക്കാരി ദക്ഷയുടെ കരണത്തടിച്ചു. എന്താ രമാദേവി ഇത്? എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? ആദ്യം ഒരു ജോലിക്കാരി വന്ന് എന്റെ കുഞ്ഞിന്റെ മേലെ ജ്യൂസ് കോരി ഒഴിച്ചു. ഇപ്പൊ ഒരുത്തി വന്ന് എന്റെ കുഞ്ഞിനെ അടിച്ചു. ഇത്രയ്ക്ക് അഹങ്കാരികളാണ് ഇവിടുത്തെ ജോലിക്കാരികള്. മാഡം, ഞാൻ ആരെയും തല്ലിയിട്ടില്ല. മിണ്ടിപ്പോവരുത്. ദക്ഷമോളെ, നീ എന്തിനാ തല്ലിയത്? അവളെ തല്ലാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? സത്യത്തിൽ ദക്ഷ ചെയ്ത പ്രവൃത്തിക്ക് ഞാൻ തല്ലേണ്ടതാ. പക്ഷെ ഞാൻ തല്ലിയിട്ടില്ല. അപ്പോ എന്റെ മോള് കള്ളം പറഞ്ഞു എന്നാണോ? അതെ, അനസൂയ പറഞ്ഞത് കള്ളവാ. എന്റെ മോളെ കള്ളിന്ന് വിളിക്കുന്നു. അവള് ജനിച്ചിട്ട് ഇന്ന് അവരെ കള്ളം പറഞ്ഞ് കേട്ടിട്ടില്ല. പേരിനെങ്കിലും കള്ളം പറഞ്ഞാൽ മതി എന്ന് ഞാൻ പലപ്പോഴും കൊതിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് സത്യമതിയാ എന്റെ മോള്. അമ്മയ്ക്ക് അമ്മയുടെ മോളെ കുറിച്ച് അറിയില്ലേ? അവളെ ആരെങ്കിലും അടിച്ചാ അവൾ അടിയും കൊണ്ട് വരും തോന്നുന്നുണ്ടോ? അതെ, ഒരിക്കലും ഒരു കാര്യത്തിനും പിണക്കം ഉണ്ടാവരുത്. എന്റെ ദക്ഷമോളുടെ കാര്യത്തിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവളൊരു കുട്ടിയാണെന്ന ധാരണയില് അവൾക്ക് മാപ്പ് കൊടുക്കണം. ഇങ്ങനെ ക്ഷമ ചോദിക്കാനും മാത്രം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആരെല്ലാം സമ്മതിച്ചാലും ഇല്ലെങ്കിലും എന്റെ ഭാഗത്ത് തന്നെയാ ശരി. അല്ലെങ്കിലും എന്റെ ദക്ഷമോള് തെറ്റൊന്നും ചെയ്യില്ല. ഇത് ഇവളുടെ വീടാ. ഇവൾ ഈ രമാദേവിയുടെ മരുമകളാ. ഇവള് ശരി മാത്രമേ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇവള് ചെയ്യുന്നതാണ് ശരി. ഇനി മുതൽ അതാണ് ഈ വീട്ടിലെ നിയമം. എന്റെ മകളോട് നിങ്ങൾ കാണിക്കുന്ന ഈ വിട്ടുവീഴ്ചയ്ക്കും സ്നേഹത്തിനും നന്ദിയുണ്ട്. അല്ല, മഹിയെ കണ്ടില്ലല്ലോ. അവനൊരു തൊട്ടവാടിയാ, കുട്ടികളുടെ മനസ്സാ. എന്തെങ്കിലും വേദനിക്കുന്ന രീതിയിൽ സംഭവിച്ചാ അവ ഉടനെ മാറി നിൽക്കും. മനസ്സ് നേരെയാവുന്നവരെ അവൻ ആരെയും ഫേസ് ചെയ്യില്ല. ഇത്തവണ മൈസാറിനെ വിഷമിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സ്റ്റുഡന്റ് തന്നെ. ആന്റി, ഞാൻ പോയിട്ട് വരാം. ദക്ഷേ, ഒന്ന് നിക്ക്. അവൾ ഇവിടെ പോയതോ? അവള് മഹിയെ കാണാൻ പോയതായിരിക്കും. അവന്റെ പിണക്കം മാറ്റണമല്ലോ. ചന്ദ്രലേഖ,
ഈ മനസ്സിലെ കടലിരമ്പൽ എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഈ ശബ്ദം മാത്രം മതി ഈ സങ്കട തിരമാലകൾ ശാന്തമാവാൻ. ഇവിടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് നിനക്ക് മാത്രോ? നഷ്ടങ്ങളുടെ ഭാണ്ഡക്കെട്ടും ചുമന്ന് ഒരു പരാതി പോലും പറയാതെ നീ ഇങ്ങനെ നിൽക്കുമ്പോ ഉരുകി ഉരുകി ഇല്ലാതാവുന്നത് ഞാനാ. ചിലതൊക്കെ എന്റെ വിധിയാ. വിധിയെ തടുക്കാൻ മനുഷ്യനാവില്ലല്ലോ. ആരെയും കുറ്റപ്പെടുത്താനില്ല. എല്ലാം നിശബ്ദമായി അനുഭവിച്ചോളാം. പിന്നെ ഇപ്പൊ എന്തൊക്കെ വന്നാലും സഹിക്കാൻ എന്റെ മനസ്സ് പഠിച്ചു കഴിഞ്ഞു. എന്റെ സാമ്രാജ്യം ഒരു ചീട്ട കൊട്ടാരമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത്. വിഷമിക്കണ്ട, എല്ലാം ശരിയാവുന്ന ഒരു നാൾ വരും. വാങ്ങിക്കൂട്ടിയ വേദനകൾക്കെല്ലാം മറുപടി കൊടുക്കുന്ന ഒരു സമയം. വെറുതെയാണെന്നറിയെങ്കിലും ചില വിശ്വാസങ്ങൾ നമുക്ക് ജീവിക്കാനുള്ള ശക്തി തരും. എല്ലാം ശരിയാവും. അങ്ങനെ അങ്ങ് വിശ്വസിക്കുക.